തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞു. എന്തായാലും ഡിസംബർ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി അതിൻ്റെ പ്രക്രിയ അവസാനിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികസനമായിരിക്കും പലപ്പോഴും വിഷയമായി വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കണം. അത് ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യത്യസ്തമായ മുന്നണികളും പാർട്ടികളും ഒക്കെ ഒന്നിച്ചു നിന്ന് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ജനാധിപത്യം ഉദാത്തമാവത്തുള്ളൂ. ജനാധിപത്യം വളരെ ഉദാത്തമായൊരു സങ്കല്പമാണ്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം അനിവാര്യവുമാണ്. അതിനുശേഷം ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ വികസനത്തെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയാണ് ജനഭൂമി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ എ ഷുക്കൂറാണ്. അദ്ദേഹം ആലപ്പുഴ DCC പ്രസിഡൻ്റായിരുന്നു, MLA ആയിരുന്നു. ആലപ്പുഴയിലെ രാഷ്ട്രീയ രംഗത്തെ സജീവമായ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റേത്. ശ്രീ എ ഷുക്കൂറിനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് NDA പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് PK ബിനോയിയാണ്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. BJP ആലപ്പുഴ നോർത്ത് ജില്ലയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം. വളരെ സജീവമായി ആലപ്പുഴയിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ആളാണ് അദ്ദേഹം. മൂന്നാമതായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പ്രവാസി വ്യവസായിയായ റോയി P. തിയോച്ചനാണ്. അപ്പോൾ നമ്മളെ ഈ ചർച്ചയിൽ പിന്നെ ക്ഷണിച്ചിരുന്നത് ഇടതുപക്ഷ കക്ഷികളെ ക്ഷണിച്ചിരുന്നു, CPM-നെ ക്ഷണിച്ചിരുന്നെങ്കിലും അവർ ഈ ചർച്ചയിൽ വരുമെന്നറിയിച്ചെങ്കിലും അവർ വന്നില്ല. അതുകൊണ്ട് CPM-ൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവർ വരുമെന്നറിയിച്ചു. മറ്റെന്തോ സാങ്കേതിക തകരാറ് കൊണ്ടാണ് വരാത്തതെന്നാണ് അവസാനം മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, LDF-ൻ്റെ അഭാവത്തിൽ NDA-യും UDF-ഉമാണ് ഇപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം നിഷ്പക്ഷമായ അഭിപ്രായം പറയാൻ ഒരു പ്രവാസി വ്യവസായിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിലെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, വിദേശത്താണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഷ്പക്ഷമായ നിലപാട് അദ്ദേഹം പറയും. NDA പ്രതിനിധീകരിച്ചുള്ള നിലപാട് BJP-യുടെ ആലപ്പി നോർത്ത് ജില്ലയുടെ പ്രസിഡന്റ് പറയും. അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെയും നിലപാട് പറയും. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്താണ് UDF സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൈവരുന്ന ഒരു കാലഘട്ടമാണ്. നിയമം മൂലമാണ് 994 മുതൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ പദ്ധതി വിഹിതം നമുക്ക് ലഭിച്ചു. ഇത് റവന്യൂ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം താഴെത്തട്ടിലേക്ക്, അത് പ്രാദേശിക ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ എന്നാണ് പറയുന്നത്, അവർക്ക് നൽകി. അതിൻ്റേതായ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനവും ഈ കഴിഞ്ഞ 5 വർഷക്കാലം തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രയാസവും ദുഃഖവും പ്രശ്നങ്ങളുമൊക്കെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. പ്രാദേശിക വികസനത്തിന് ഇപ്പോൾ MLA-മാരുടെ MP-മാരുടെ ഫണ്ടൊഴിച്ചാൽ ഒരു പഞ്ചായത്തിലും ഒരു നഗരപ്രദേശത്തും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. വർഷങ്ങളായ ഒരു പദ്ധതി ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയത് ജനങ്ങൾക്ക് ഫലം എടുക്കാൻ കഴിയുന്ന തരത്തിലേക്കായിട്ടില്ല. അത് നിരവധി സ്ഥലങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. എനിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. മാത്രമല്ല, ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുന്ന നടപടി ഈ LDF ഭരണ കാലഘട്ടത്തിലാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാനാകില്ല. കുടിവെള്ള പ്രശ്നമായാലും, സഞ്ചാര യോഗ്യമായ റോഡുകളുടെ കാര്യത്തിലായാലും, നാട്ടിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും, ക്ഷേമ പദ്ധതികളുടെ, ഇപ്പോൾ വീടില്ലാത്തവന് വീട് കൊടുക്കുക, അതിനെല്ലാം പദ്ധതി നിർവഹണത്തിൽ പണമുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി സമയത്ത് ആ സന്ദർഭത്തിനനുസരിച്ച് അത് ലഭ്യമാകണ്ടേ? പലപ്പോഴും ഇത് ഇത്ര ശതമാനം അനുവദിക്കുന്നു, ഇത്ര കോടി അനുവദിക്കുന്നു, കയ്യിൽ കിട്ടുമ്പോൾ അതിന് പകുതി പോലും കിട്ടാത്ത അവസ്ഥ. കയ്യിലെന്ന് പറഞ്ഞാൽ ഗുണഭോക്താവിൻ്റെ കയ്യിലില്ല. നമ്മുടെ ഒന്നുകിൽ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ നഗരസഭയിലേക്ക് പണം വരുമ്പോൾ അത് മറ്റൊരു വികൃതമായ രൂപത്തിലേക്കാകുകയാണ്.
അതിൻ്റെ ഫലം എന്താ? ഒരു പദ്ധതി പ്രവർത്തനവും സുഗമമായി മുന്നോട്ട് പോകില്ല. തടസ്സങ്ങളും പ്രയാസങ്ങളും, ഈ ഹ്രസ്വകാല പദ്ധതികൾ പോലും ദീർഘകാല പദ്ധതികളായി മാറ്റേണ്ട അവസ്ഥ. ഇതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബാധിച്ചിട്ടുള്ള അവസ്ഥ. പിന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കഴിയാത്ത തരത്തിൽ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെയും എല്ലാം തകർത്തു. ആ രൂപത്തിൽ വാക്ക് പറഞ്ഞാൽ കൊടുക്കണ്ടേ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയായിട്ടൊരു കരാറുണ്ടാക്കി. കരാറെന്ന് പറഞ്ഞാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഭൂരഹിതരായ വീടില്ലാത്തവരായവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. അതിന് ഭൂമി നിങ്ങൾ വിട്ടു തന്നാൽ ഞങ്ങളുടെ 2015 to 20 2017-18 കാലഘട്ടത്തിലാണ് ഒപ്പിടുന്നത്. ഒന്നാം പിണറായി വിജയൻ്റെ ഭരണകാലഘട്ടം. പുന്നപ്പറയിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. വാട്ടർ വർക്ക്സ് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. സേതു പാർവതി ഭായി തമ്പുരാട്ടി ഭരണാധികാരിയായിരുന്നപ്പോൾ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വാട്ടർ സപ്ലൈ സ്കീമാണ്. അതായിരുന്നു ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതി. അതാണ് ബേബി ജോൺ മന്ത്രിയായപ്പോൾ, വാട്ടർ അതോറിറ്റി മന്ത്രിയായപ്പോൾ ആ പദ്ധതിക്ക് പകരം ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഈ തുരുമ്പ് പിടിച്ച കുഴലുകൾ മാറ്റി PVC പൈപ്പുകൾ ഇട്ട്, ഞാനന്ന് മുനിസിപ്പൽ ചെയർമാനാണ്, അന്ന് സ്ഥാപിച്ച് തന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നത്. അത് KC വേണുഗോപാൽ കൊടുത്തു. അതിൻ്റെയൊക്കെ ഞാൻ പോരുന്നില്ല, ഇത് പറയാം. അങ്ങനെ സേതു പാർവതി ഭായി വാട്ടർ വർക്ക്സ് കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് സ്വന്തമായുള്ള ആ സ്ഥലം, അപ്പോൾ ഈ സ്കീം മാറിയപ്പോഴത്തേക്ക് ആ സ്ഥലം കിടക്കുകയാണ്. അവിടെ ആ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്ത് മുനിസിപ്പൽ ചെയർമാനും മുഖ്യമന്ത്രിയുമായി ഉണ്ടാക്കിയ കരാറിൽ ലൈഫ് മിഷൻ്റെ പേരിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുക. ഒരു കട്ട ഇറക്കി വെക്കാൻ ഇത്രയും കാലമായിട്ട് നടത്തുന്നത് 2018 7/25 7 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഓരോന്നിൻ്റെ അവസ്ഥ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മാർത്തോമ റോയ്ക്ക് നന്നായിട്ട് അറിയാം. മാർത്തോമ പള്ളിയുടെ ഇപ്പുറത്ത് ഒരു റോഡ് നമ്മുടെ മുനിസിപ്പൽ കോളനിയിലേക്ക് പോകുന്നുണ്ട്. ആ കോളനിയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു പണി തീരാത്ത ഫ്ലാറ്റ് കിടപ്പുണ്ട്. ഇതുപോലെ ആ കോളനി മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോളനി മൃതമായ വൃത്തികേട് അന്തരീക്ഷത്തിൽ അവർ കഴിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്കാവഞ്ചിങ് പണിയായിരുന്നു വർഷങ്ങൾക്ക്. മഹാത്മാഗാന്ധിയാണ് ആ സ്കാവഞ്ചിങ് സമ്പ്രദായം വേണ്ട, മനുഷ്യനെ കൊണ്ട് ചുവപ്പിക്കുന്ന ഏർപ്പാട് വേണ്ട, അതിന് വേറെ സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ ആ സംവിധാനം മാറി തുടങ്ങും. അന്ന് മുതൽ തൊഴിലാളികളായി, അവരുടെ മക്കളായി, അവരുടെ പേരക്കുട്ടികളായി വളർന്നു വന്നവർ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചത്. ഞങ്ങളുടെ അധികാരം 2020 വരെ ഉണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണണം, 3-4 നിലകൾ. ഇന്ന് വരെ ഈ മുനിസിപ്പൽ കൗൺസിലിൽ അധികാരത്തിൽ വന്ന അവസാനത്തെ ദിവസം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റി മാത്രം പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മറ്റു പലയിടത്തെയും കാര്യം പറയുന്നുണ്ട്. നഗരസഭയ്ക്ക് EMSൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി. ആ സ്റ്റേഡിയത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് 3.5 ഏക്കർ ഉണ്ടായിരുന്നു. ബാക്കി 2.5 ഏക്കർ കൂടെ നിങ്ങളെടുത്ത് ഒരു 7 ഏക്കറിലൊരു സ്റ്റേഡിയം ഉണ്ടാക്കണമെന്നുള്ള അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയും ഇദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്നത് 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകി. അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിലും സ്പോർട്സ് കൗൺസിലും കൂടെ. അതിന് കാരണമുണ്ട്, ഞാൻ മുനിസിപ്പൽ ചെയർമാനും സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാണ്. കളക്ടർമാരാണ് ചെയർമാൻ. ഞങ്ങൾ കൂട്ടായ്മ നടത്തി വാങ്ങിയതാണ്. ആ 25 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങി ഞങ്ങൾ നിരപ്പാക്കി. അതിനത് കാർഷിക ഭൂമിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തരിശ് കിടന്ന സ്ഥലമാണ്. അത് നികത്തി നന്നാക്കി 97 ഞങ്ങൾ കളിക്കളമാക്കി മാറ്റി. അത് ഇവിടെ ഒരു സ്റ്റേഡിയം പണിയാൻ ഗവൺമെൻറ് നടപടിയെടുത്തു. അന്ന് തന്നെ എത്രയും വേഗത്തിൽ സ്റ്റേഡിയം പണിയാൻ ഒരു സ്റ്റേഡിയം കൺസ്ട്രക്ഷൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി, മാനേജ്മെൻറ്റ് കമ്മിറ്റി. അത് മുനിസിപ്പാലിറ്റി സ്പോർട്സ് കൗൺസിലും. എന്നിട്ട് അത് പണി വന്നു. 2005 മുനിസിപ്പൽ ചെയർമാനായി ഇന്നത്തെ MLA അധികാരത്തിൽ വരുന്ന LDF MLA
അയാൾ നടപടിയെടുത്ത് 2005 LDF ഗവൺമെൻറ്റാണ് കുറേ പണം അനുവദിപ്പിച്ചു. സ്റ്റേഡിയത്തിന് ആദ്യം തന്നെ നിർമ്മിച്ചത് 400 മീറ്റർ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് വേണം അതിൻ്റെ ചുറ്റും ഗാലറികൾ പണിയാൻ. ശാസ്ത്രീയമാണ് ഈ സംവിധാനം, അത് ചെയ്തില്ല. 400 മീറ്റർ ട്രാക്കില്ലാത്ത ഗാലറികൾ പണിത സ്റ്റേഡിയം പണിത് വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗുണവും അതിനില്ല. സമ്മേളനങ്ങൾ നടത്താൻ ഉപയോഗിക്കും. മലീമസമായ അന്തരീക്ഷം. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇപ്പോഴൊന്നും പോകുന്ന വഴിക്ക് ഒന്ന് എടുത്തോണ്ട് പൊക്കോളൂ. അത് ഒരു വിഷ്വലി നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. EMSൻ്റെ പേരിലാണ് 2010 ഞാൻ MLA ആയിരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്താൻ അച്യുതാനന്ദൻ സഖാവ് വന്നു. ഞാൻ പറയാൻ പങ്കെടുക്കില്ല, ഇത് പടിപൂർത്തിയാണ് സ്റ്റേഡിയം. അത് 1ാം ഘട്ടം പൂർത്തിയായെന്ന് ബഹുമാന്യനായ G. സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസി ആണല്ലോ. നമ്മൾ 1ാം ഘട്ടം. അപ്പോൾ ഞാൻ MLA ആയിക്കഴിഞ്ഞ് പിന്നെ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായി മാറും. എന്നാലും അന്നത്തെ MLA ഞാനാണ് 2010. എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പോയില്ല, ഞാൻ ബഹിഷ്കരിച്ചു. ആ കിടപ്പ് ഇപ്പോഴും കിടക്കുക. 4-5 കോടി രൂപ എല്ലാ വർഷവും എല്ലാ ബഡ്ജറ്റിലും വരുന്നുണ്ട്. പക്ഷെ പണിയും എത്തുന്നില്ല. എത്ര വൃത്തികെട്ട അന്തരീക്ഷം. ആലപ്പുഴ ജില്ലയ്ക്ക് 400 മീറ്റർ ട്രാക്കുള്ള ഒരു സ്റ്റേഡിയവും ഒരു കളിക്കളവും ഇന്നില്ല. ആകെ മെഡിക്കൽ കോളേജിനുള്ളത്. അത് ശാസ്ത്രീയമായി പരിശീലനം നടത്താൻ പറ്റില്ല. ആ രൂപത്തിലുള്ളതാണ്. സെൻറ്റ് മൈക്കിൾസ് കോളേജിനുണ്ടായിരുന്നു. അതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥലം ഏറ്റെടുത്ത് അത് 400 മീറ്റർ ട്രാക്കില്ല. കുഞ്ഞുങ്ങളെങ്ങനെ കളിച്ചു വളരും. നാഷണൽ കായിക താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒളിമ്പിക്സിൽ പോകാൻ സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾ വരെയുണ്ട്. അത് വിവിധ ഇതാണ് ആലപ്പുഴ പട്ടണത്തിലെ സ്റ്റേഡിയത്തിൻ്റെ EMSൻ്റെ പേര്. ഇനി അടുത്തത് ഞാൻ ഈ ഉദാഹരണങ്ങളാണ്, ഇതുപോലെയാണ് പലയിടത്തുമുള്ളത്. TV തോമസിൻ്റെ പേരിൽ ഒരു ടൗൺ ഹാളുണ്ട്. ആലപ്പുഴ പട്ടണത്തിലുള്ള ടൗൺ ഹാളാണ്. ആ ടൗൺ ഹാള് 88 കൗൺസിലറായി ഞാനും G. സുധാകരനും വന്ന മുനിസിപ്പൽ കൗൺസിലറായി. ഒരു കൗൺസിലുള്ള ഘട്ടത്തിൽ തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ആലപ്പുഴയ്ക്ക് ഒരു ടൗൺ ഹാൾ വേണം, കമ്മ്യൂണിറ്റി ഹാൾ വേണം, അത് ടൗൺ ഹാളാക്കണം. സുബ്ബമ്മ തിയേറ്റർ എന്ന് പറയുന്ന വീരയാർ തിയേറ്റർ വിലക്ക് വാങ്ങി. കോട്ടയം തിരുവങ്കടം റെഡ്ഡിയാരാണ് അതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹത്തിൽ നിന്ന് വിലക്ക് വാങ്ങി 55 ലക്ഷം രൂപയ്ക്ക് കൊടുത്താണ്. അത് മനോഹരമാക്കി, അത് ടൗൺ ഹാൾ രൂപത്തിലാക്കി, അത് നിലനിർത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് ഡൈനിങ് ഹാൾ ഉണ്ടാക്കി, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി. ഷോപ്പിംഗ് കോംപ്ലക്സ് എൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ 3.5-4 വർഷമായി അടച്ചിട്ടിരിക്കുക. മെയിൻ്റനൻസിൻ്റെ പേരിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് സത്യത്തിൽ തച്ചടി പ്രഭാകരൻ്റെ സ്മാരകം ആകേണ്ടതായിരുന്നു. അതിനകത്ത് രാഷ്ട്രീയം വന്നു. TV തോമസ് മഹാനായ ഒരു ഭരണാധികാരിയും ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനും വ്യവസായ മന്ത്രിയും ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പിന്തുണച്ച ജനാധിപത്യ മുന്നണിയുടെ മന്ത്രി ആയതുകൊണ്ട് ഞങ്ങളത് അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് എൻ്റെ കിടപ്പ് ഈ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഈ പദ്ധതി പ്രവർത്തനങ്ങൾ മുടങ്ങി, വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി, ഒരു വികസന കാര്യങ്ങൾ സ്തംഭനത്തിലേക്ക് വന്നൊരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആക്ഷേപം. പദ്ധതി നിർവഹണം കൃത്യമായി നടന്നാൽ ഇതെല്ലാം നന്നായി പോകും. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ്റെ കാലഘട്ടം, അതായത് 2016 മുതൽ 21 വരെ കൊടുത്ത വീടുകളുടെ എണ്ണം എത്ര പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്ത എത്ര? ഇപ്പോൾ 4.5 വർഷം പൂർത്തിയാക്കിയ കാലത്ത് വീടുകളുടെ എണ്ണം എത്ര? ഇത് വെച്ച് നോക്കുമ്പോൾ സത്യാവസ്ഥ മനസ്സിലാകും. 2011-16 കാലഘട്ടത്തിൽ ചെയ്തതുപോലെ ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല, നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഒട്ടും കഴിഞ്ഞില്ല. ഇതെല്ലാ പദ്ധതികളും സ്തംഭനാവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികൾക്കൊരു വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി കരുണാകരൻ കൊണ്ടുവന്നുണ്ടായിരുന്നു. പട്ടികജാതിക്കാർക്ക് പട്ടികവർഗത്തിനും കരുണാകരൻ എതിരായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലൈഫിലേക്ക് ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളികൾക്കും വീടില്ല, അറ്റകുറ്റപ്പണിക്കും പണമില്ല. ഈ പറയുന്ന പട്ടികജാതിക്കും പട്ടികവർഗത്തിനും അല്ലാതെ സാധാരണക്കാർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അതിദരിദ്രരായി കഴിയുന്നവർക്കും വീടില്ല. വല്ലാത്ത അവസ്ഥയാണ്. ഇതിന് കാരണക്കാർ സർക്കാരും
ഇപ്പോൾ പദ്ധതി നിർവഹണത്തിൽ പാളിപ്പോയതിൻ്റെ, ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ പോയതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കുറ്റവും പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും കുറ്റം തന്നെയാണ്. ഇതെല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയാണ്. ഓരോ പ്രാദേശിക പ്രദേശത്തെ അതിൻ്റെ ഞങ്ങളിതിൻ്റെ എല്ലാ കുറ്റപത്രമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. എവരി പഞ്ചായത്ത് ഇൻ കേരള ഞങ്ങളെല്ലാത്തിൻ്റെ കുറ്റപത്രം തയ്യാറാക്കി. ഞങ്ങൾക്ക് ഭരണമുള്ളിടത്ത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതും തയ്യാറാക്കി. അതിൻ്റെ പ്രചരണവും പ്രവർത്തനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇനി പോയി തീരുന്നതും ഈ പ്രചരണ ജാഥകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഈ പ്രവർത്തനതാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. NDA കേരളത്തിലെ മൂന്നാമത്തെ ശക്തമായ സാന്നിധ്യമാണ്. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായിട്ട് വളരെ ദുർബലമായ ഒരു സാന്നിധ്യമായിരുന്നു BJPക്ക് കേരളത്തിലുണ്ടായിരുന്നത്. അതേസമയം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തോടുകൂടി പടിപടിയായിട്ട് BJP വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% അടുത്തോട്ടും BJPക്ക് കിട്ടി. BJP ഒറ്റ പാർട്ടിയാണ്, ഘടകകക്ഷിയൊന്നും ഇല്ലാതാണ് BJP മത്സരിക്കുന്നത്, തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. അപ്പോൾ ഈ നിലനിൽക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളുടെ ആസൂത്രണത്തിലാണെങ്കിലും അത് നടപ്പാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ വലിയ പരാജയങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അടിസ്ഥാന മേഖലയുടെ വികസനമാണ് പ്രധാനമായിട്ടും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെ നടപ്പാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ. ആ പ്രതീക്ഷയ്ക്കൊത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതിൽ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ വിസ്മരിക്കുന്നത്. കാരണം ഒന്ന്, ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ പരാമർശിച്ചതുപോലെ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഫണ്ടിൻ്റെ അപര്യാപ്തത വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും നീക്കിവെച്ച തുകയെ വെട്ടിക്കുറക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. നടപ്പാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ പല പദ്ധതികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ആലപ്പുഴ നഗരസഭ തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുള്ള പണം ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അത് പല നഗരസഭകളിലും, ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അമൃതം പദ്ധതിയിൽ, അങ്ങനെ പല നഗരസഭകളുമുണ്ട് കേരളത്തിലെമ്പാടും. പക്ഷേ പല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ച് വില്ലേജ് ഏരിയ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകളില്ലാത്ത പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പൊതു ശ്മശാനത്തിൻ്റെ ഓരോ മുന്നണിയും അധികാരത്തിൽ വരുമ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് പൊതു ശ്മശാനം. അത് പല ഗ്രാമപഞ്ചായത്തുകൾക്കുമില്ല, നഗരസഭകൾക്കാണെങ്കിലും അതൊന്നും പ്രോപ്പറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ, സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളില്ലാത്ത അവസ്ഥയുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കി ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളാണ്. ഇതൊന്നും ലഭിക്കുന്നില്ല. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഗ്രാമീണ മേഖലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വാഭാവികമായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വ്യക്തമായ കാഴ്ചപ്പാടില്ല, ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം ഒരു വിഷയവും പരിഹരിക്കുന്ന കാര്യത്തിൽ 2 സംവിധാനങ്ങളും LDF ആണെങ്കിലും UDF ആണെങ്കിലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വളരെ ആ മുന്നണി സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വികാരം ജനങ്ങളിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം വികസന പ്രവർത്തനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു നീതിയും കിട്ടാത്ത സാഹചര്യങ്ങൾ, ഒന്ന് നമുക്കറിയാം, അടിക്കടി ഉണ്ടാകുന്ന ബിൽഡിംഗ് ടാക്സുകൾ വർദ്ധിപ്പിക്കുന്നതൊന്നുമല്ലാതെ അതനുസരിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വിധത്തിലേക്ക്
നടപ്പാക്കുവാനും അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്നുള്ള നിലയിൽ ആളുകൾക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങ് വിദേശ രാജ്യങ്ങളൊക്കെ പലതും സന്ദർശിച്ചിട്ടുള്ള ആളാണ്, അവിടുത്തെ വികസനം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ആലപ്പുഴയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വരുമ്പോഴേ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെ കാണുന്നു? കേരളത്തിലെ ഈ വികസനം, ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായം, രണ്ടുപേരും പറഞ്ഞതിനകത്ത് ഒന്നാണ് എങ്കിൽ പോലും ഈ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ സമയം കളയുന്നതിന് പകരം അടുത്ത 25 വർഷം കഴിയുമ്പോൾ 2050 ആകുമ്പോൾ എങ്ങനെയായിരിക്കണം കേരളം അല്ലെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ 53 വാർഡുകൾ കൂടുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി പരിധിപ്പെടുന്ന ആ പ്രദേശം എങ്ങനെയാണ്? ഒന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കൺസൾട്ടൻസി വെച്ചിട്ട് 53 വാർഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് കേരളത്തിലെ മൂന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ 53 വാർഡ് നിൽക്കുന്നത് രണ്ട് സോണിലാണ്. മലനാടില്ല, പിന്നെ ഇടനാട്, തീരപ്രദേശത്തിൽ നിൽക്കുന്നത്. ഈ 53 വാർഡിന് എങ്ങനെ അടുത്ത 50 വർഷം ആകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷനോടുകൂടെ നല്ലൊരു കൺസൾട്ടൻസി പ്രോജക്റ്റ് വെച്ചിട്ട് നമ്മളൊരു വിഭാവനം ചെയ്യണം. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും നമ്മുടെ ലക്ഷ്യം 2050 പൊതുവേ കണ്ടുവരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ഒരു 10-20 വർഷം പുറന്നോട്ട് ചുക്കുറിക്ക ചെയർമാനായിരുന്നു, അതിപ്പോൾ പല ആൾക്കാരും ചെയർമാനായിട്ടുണ്ട്. ഇവിടെ വരുന്നത് 5 വർഷം എന്ത് ചെയ്യാന്നുള്ളതിന് പകരം 5 വർഷം കൊണ്ട് സത്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു ഗവൺമെൻറ്. അതുകൊണ്ട് മിനിമം എങ്കിലും ഒരു 3 ടേം ഒരു ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വിഷൻ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഞാൻ കാണും. കാരണം ലോകരാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ചുക്കുരിക്ക തന്നെ കഴിഞ്ഞ ആഴ്ച ദുബൈയിലായിരുന്നു, ഞാൻ പരിപാടിക്കുണ്ടായിരുന്നത്. അപ്പം ഒരു 30 വർഷം മുൻപുണ്ടായിരുന്ന ദുബായ് അല്ല ഇപ്പം ഞാൻ പറയാം. ഞാൻ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾ. 30 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ദുബായ് അല്ല അന്ന് അവിടുത്തെ പോപ്പുലേഷൻ താരതമ്യം വളരെ കുറവായിരുന്നു. ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഒരു 3-1 മാത്രമേ പോപ്പുലേഷൻ ഉള്ളൂ. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റും. ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അവർക്കുള്ള അവസരം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷം ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നത്. അതിൻ്റെ അപാകത എന്ന് പറയുന്നത് അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നതിലുള്ള അപാകതകൾ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കണം, കോർപ്പറേഷനോട്ട്. ഉദാഹരണം അമൃതിൻ്റെ പദ്ധതി, ചുക്കുറിക്കായ്ക്ക് പറയുന്നത്. അമൃതിൻ്റെ പദ്ധതി എന്ന് വെച്ചാൽ റോഡുകളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഈ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ റോഡും കനാലുകളെല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ മുന്നിലൊരു റോഡുണ്ട്. ഈ റോഡ് നിർമ്മിച്ചു, കാണയിൽ നിർമ്മിച്ചു, അതിനുശേഷം മൊത്തം വെള്ളപ്പൊക്കമായി. ഒരു തുള്ളി വെള്ളം ഈ കാണയിലേക്ക് പോത്തി. റോഡ് സാധാരണ ഭൂമി ലെവലിൽ നിന്ന് 3 അടി പൊക്കി. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലുള്ള വീട്ടുകാരെന്തെടുക്കും? അവിടെ എല്ലാം വെള്ളപ്പൊക്കമായി. ആ വെള്ളപ്പൊക്കം വരുന്നതുകൊണ്ട് കൊതുക് ശല്യം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് പനിയുള്ള സ്ഥലം ആലപ്പുഴയാണ്. വിവിധ തരത്തിലുള്ള പനികളുണ്ട്. അതെല്ലാം ഈ ജലജന്യ രോഗങ്ങളുണ്ടാകും. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. എല്ലാ സ്ഥലത്തും വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇവരൊക്കെ അമൃത് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റോഡും കാണാൻ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം വെള്ളക്കെട്ടാണ്. 3-4 അടി റോഡ് പോകും. അപ്പോൾ അവരുദ്ദേശം എന്താ? നമുക്ക് പ്രോജക്റ്റ് വേണ്ടി കുറേ ഫണ്ട് അനുഭവിപ്പിച്ചു, ആ ഫണ്ട് എങ്ങനെയെങ്കിലും തീർക്കുക, പ്രോജക്റ്റ് നടത്തി തീർക്കുക. ആ പ്രോജക്റ്റ് ജനങ്ങൾക്ക് ഉപകാരമാണോ അല്ലെന്നാണ് ഇവരെ നോക്കാറില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ, പ്രത്യേകിച്ച് ഞാൻ കുറേ അധികം ജില്ലകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ടൗൺ എല്ലായിടത്തും നോക്കൂ, എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ കാര്യവും. അതുപോലെ തന്നെ തീരദേശത്ത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം പല പ്രാവശ്യം നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ആ പല പ്രാവശ്യം കൊടുക്കുന്നത് ഒരുമിച്ച് കൂട്ടി അതിൻ്റെ കൂടെ കുറച്ച് കിട്ടാൻ അവർക്കൊരു ജോലി സാധ്യത കൊടുക്കുക എന്നുള്ളതാണ്. അതിവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നുള്ളത് ടൂറിസം സെക്ടറാണ്. ടൂറിസത്തിൻ്റെ ഭാഗത്ത് നോക്കുന്നത് ആലപ്പുഴയിലെ പൊതുവെ ഒരു സാഹചര്യം ഞാൻ കണ്ടിരിക്കുന്നത്, ഓരോ പ്രദേശത്തും ഓരോ നടപടി എടുക്കുന്നത് അവിടെ ജാതി നോക്കും, മതം നോക്കും,
ഭരിക്കുന്ന ആൾക്കാരുടെ പാർട്ടി നോക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അതിവിടെ വളരെയധികം പോരാൻ സൃഷ്ടിക്കുന്നു. ഞങ്ങളീ പറയുന്നത് ഞങ്ങളുടെ അനുഭവം പറയുന്നത്, എല്ലാവർക്കും കൂടെ ചേർത്തല്ല പറയുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യിക്കത്തില്ല. അപ്പം നമ്മൾ എന്തെടുക്കും? നമ്മുടെ പണം വിനിയോഗിക്കാനായിട്ട് ലോകത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്, ഇല്ല ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റേറ്റുകളുണ്ട്, ഇല്ലേ? അപ്പം നമ്മളൊരു ഞങ്ങൾക്ക് പ്രവാസികളുടെ ഇടയിൽ കുറേയധികം കൂട്ടായ്മകളുണ്ട്. നാട്ടിൽ വന്ന് കഴിയാതെ ആദ്യം ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവരെല്ലാം നോക്കും. ആ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോഭാവം അനുസരിച്ചാണ് ആ ഫയല് നീങ്ങുന്നത്. പലപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഓരോ ഫയലും ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. പക്ഷെ ഉദ്യോഗസ്ഥന് അവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ പറയുന്നില്ല, അവന് ആ ഒരു ചിന്തയൊന്നുമില്ല. അവനത് നോക്കാൻ നേരത്തെ അടുത്ത സ്റ്റെപ്പ് വരും. ഇവൻ ഏത് ആളാണ്, ഏത് പാർട്ടിയുടെയാണ്, അല്ലെ ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും പല മേഖലയിൽ കാര്യങ്ങൾ പോകുന്നത്. അതിന് പകരം ജനങ്ങളെ ഒന്നായിട്ട് കണ്ടിട്ട് ഈ ഒരു പ്രദേശം, ഈ പറഞ്ഞ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചിന്ത എല്ലാ പാർട്ടികൾക്കും ഉണ്ടെങ്കിൽ ആ വിഷൻ അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിപ്പോഴും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴയുടെ ഈ 53 വാർഡിൻ്റെ കുറേ അധികം ഉണ്ട്, അല്ലേ? എനിക്ക് തോന്നുന്നു പുന്നപ്പുറ മുതൽ പിന്നെ ഇവിടെ തുമ്പോളി വരെ. ഈ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ച് മാത്രമാണ് എന്തെങ്കിലും തരത്തിലൊരു വികസനം, അതന്നെ ഇപ്പോൾ പോയി. ടൂറിസം എന്ന് പറയുന്നത് വിദേശികൾ വരുന്നത് നമ്മുടെ ഇവിടെ കൊതുകടിയും പട്ടുകടിയും കൊള്ളാനല്ല വരുന്നത്, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കും. ഇപ്പം തന്നെ 2 കാര്യം ജനങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഹൈവേ നിർമ്മിക്കുന്നുണ്ട്, ഇല്ലേ? പുതിയ ഹൈവേ നിർമ്മിക്കുന്നുണ്ട്. 65,000 കോടി രൂപയെങ്കിലും മിനിമം പ്രോജക്റ്റ് വരുന്ന പദ്ധതിയിൽ ഒരു മലയാളികൾ പോലും അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. ശരിയാണോ? ഒരു പ്രദേശത്തിൽ, കേരളത്തിൽ ഒരു പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വിഹിതം കിട്ടണം. ഇവിടെ സാധാരണക്കാരൻ എവിടെയെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് ഒരു വീട് വെക്കാൻ ചെല്ലാത്ത ഇവിടുത്തെ ട്രേഡ് യൂണിയനെല്ലാം കൊടുത്തിട്ട് ബഹളം ഉണ്ടാകും. ഇല്ല, നമ്മൾ സ്ഥിരം TV കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയ പ്രോജക്റ്റ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ദുബൈയിലോ സൗദിയിലോ ബഹ്റൈനിലോ എവിടെ ചെന്നാലും അവിടെ ഒരു റോഡ് നിർമ്മിക്കുന്നെങ്കിൽ, ഒരു പാലം നിർമ്മിക്കുന്നെങ്കിൽ 70% ഇന്ത്യൻസ് ആയിരിക്കും. അതിൽ 10% മലയാളികൾ കാണും. ഏതെങ്കിലും ഒരു മലയാളി ഈ പ്രോജക്റ്റുമായിട്ട് വരും. എന്താ എനിക്ക് തോന്നുന്നു, ഇവരെല്ലാവരും കൂടെ ഈ ജോലിയെല്ലാം കൂടെ വിറ്റ് പൈസ മേടിച്ചോ? നമ്മുടെ ആൾക്കാർക്ക് പണിയില്ല, ട്രേഡ് യൂണിയനുള്ള അവരും മനുഷ്യരല്ലേ, എന്തുകൊണ്ട് അവർക്ക് തൊഴിലില്ല? ആ തൊഴിലല്ലേ എവിടെ പോയി? ഒന്നാമത് ഈ ദുരന്തം പേറുന്ന നമ്മളാണ്. ഒരാൾ പോലും ഈ പ്രോജക്റ്റ് നടക്കുന്നത് ചോദിക്കാനില്ല, MPയോ MLA ആരുമില്ല. നമ്മളെല്ലാം നിരന്തരം അനുഭവിക്കുന്നുണ്ട്. എത്ര ആക്സിഡന്റ് ഈ കാലയളവിൽ നടന്നു? എല്ലാ സ്ഥലത്തും വികസനമുണ്ട്, ലോകത്തിൻ്റെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിലും വികസനമുണ്ട്. പക്ഷേ നിലവിലുള്ള സംവിധാനത്തിന് ഒരു പ്രശ്നമില്ലാണ്ട് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, അവിടെ വികസിച്ചുകൊണ്ടിരിക്കും. കേരളത്തിലും വികസനം നടക്കുന്നുണ്ട്. എങ്ങനെയായാലും ഒരു മാസം 2-3 മരണം ഇതിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ പ്രദേശം എന്ന് വെച്ചാൽ ഒരു റോഡിൻ്റെ മാക്സിമം വീടുണ്ട്, അതവർക്ക് അവർ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന സ്ഥാപനങ്ങൾ ഒരു സ്ഥലത്ത് അവർ കാണയ്ക്ക് വേണ്ടി കുഴിച്ചെടുക്കും. പിന്നുള്ള മഴയാണ്. ഈ മിഡിൽ മൊത്തം കുളവാട്ടുന്ന ആൾക്കാർക്ക് പോകാനായിട്ടൊരു വഴിയില്ല. എത്രയും ആൾക്കാർ ജില്ലാ ഭരണകൂടത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, MLA കാണുന്നുണ്ട്, MP ഇത് ആർക്കും ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. അതുപോലെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.